ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ജലത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ പ്രഥമ മെട്രോ റെയിൽ സർവീസും ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ ഇന്ന് രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്യും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമി കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 94 പ്രമുഖ കലാകാരന്മാരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക. സംഗീതം, നൃത്തം, നാടകം, നാടോടി ആദിവാസി കലകൾ, പാവകളി, അനുബന്ധ നാടക കലാരൂപങ്ങൾ എന്നീ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അവാർഡ് വിതരണത്തോടൊപ്പം 7 പ്രമുഖ കലാകാരന്മാർക്കുള്ള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ശ്രീമതി മുർമു സമ്മാനിക്കും. കലാരംഗത്തെ പ്രഗത്ഭരായ കലാകാരന്മാർക്ക് അവരുടെ അസാധാരണമായ സംഭാവനകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ വിവിധ മെട്രോ റെയിൽ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കൊൽക്കത്ത മെട്രോയുടെ ഹൌറ മൈതാനം മെട്രോ സെക്ഷൻ, തരാത്തല മജർഹത്ത് മെട്രോ സെക്ഷൻ തുടങ്ങിയവയുടെ വിപുലീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബരാസത്തിൽ പ്രധാനമന്ത്രി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ദുഹായ് മോദിനഗർ 17 കിലോമീറ്റർ പ്രാദേശിക അതിവേഗ റെയിൽ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മുറാദ് നഗർ സ്റ്റേഷനിൽ നിന്നുള്ള നമോ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും കൊൽക്കത്തയിൽ നിന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അദ്ദേഹം നിർവഹിക്കും. ഇതോടെ മേഖലയിൽ പ്രാദേശിക ഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്താനാകും. ജലത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ പ്രഥമ മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്. ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് മെട്രോ പാത കടന്നു പോകുന്നതെന്ന പ്രത്യേകതയുണ്ട് ഈ പദ്ധതിക്ക്. ഹൌറ മൈതാന വിഭാഗം എന്നറിയപ്പെടുന്ന പുതിയ മെട്രോ ലൈൻ ഗതാഗതത്തിനായി ഒരു പ്രമുഖ നദിക്കടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ പാതയാണ്. പുതിയ പാതയുടെ ഭാഗമായ ഹൌറ മെട്രോ സ്റ്റേഷൻ രാജ്യത്തെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ എന്ന ഖ്യാതിയും നേടും. പാതയ്ക്ക് 4.8 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ഹൌറ മൈതാനത്തെയും IT ഹബ്ബായ സാൾട്ട് ലേക്ക് സെക്ടർ 5 ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് മെട്രോ ഇടനാഴിയുടെ രണ്ടാം ഭാഗമാണിത്. കിഴക്ക് പടിഞ്ഞാറ് മെട്രോയിലെ മൊത്തം 16.6 കിലോമീറ്ററിൽ 10.8 കിലോമീറ്റർ പാതയും ഹൌറ മൈതാനത്തിനും ഫൂൽബഗാനും ഇടയിലുള്ള ഭൂഗർഭ ഇടനാഴിയാണ്. ഹൂഗ്ലി നദിക്കടിയിലൂടെയുള്ള തുരങ്കവും ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് ഉദ്ഘാടനം. ചടങ്ങിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് ഭിന്നശേഷി കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവയിലേക്ക് പുറപ്പെടും. പൊതുജനങ്ങൾക്കുള്ള സർവീസും ഇന്ന് തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാർ സന്ദർശിക്കും. റെയിൽ, റോഡ്, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ മേഖലകളിൽ 12,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബെറ്റിയയിലാണ് പരിപാടി. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നാവികസേനയുടെ ശേഷി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി. നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് ആദ്യ പതിപ്പിന്റെ ഭാഗമായി ഇന്നലെ നടന്ന നാവിക പ്രകടനത്തിൽ വിമാനവാഹിനി കപ്പലുകളുടെ പ്രവർത്തനം അദ്ദേഹം നിരീക്ഷിച്ചു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഔന്നത്യം പ്രതിഫലിപ്പിക്കാൻ നാവികസേനയ്ക്ക് സാധിച്ചതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സമുദ്ര സുരക്ഷയിലും ഇന്ത്യയുടെ പരമാധികാരം നിലനിർത്തുന്നതിലും നാവികസേന മഹത്തായ സംഭാവനകൾ നൽകുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന നടത്തുന്ന കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിടുന്നതിൽ രാജ്യത്തെ 3 സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള സമന്വയത്തിന്റെ പ്രാധാന്യവും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന കേരള ജ്യോതി, കേരളപ്രഭ,
കേരളശ്രീ പുരസ്കാരങ്ങൾ ഇന്ന് രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. 2023 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സാഹിത്യകാരൻ ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം സമ്മാനിക്കുക. റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തി എന്നിവർക്കാണ് കേരളപ്രഭ പുരസ്കാരം. പുനലൂർ സോമരാജൻ, ഡോക്ടർ വി.പി. ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരം നൽകും. നോമിനേറ്റഡ് അംഗങ്ങൾക്കും വോട്ടവകാശം അനുവദിച്ച് 2022 ജൂലൈ 19 കേരള നിയമസഭ പാസാക്കിയ സഹകരണ സംഘം ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുമതി നിഷേധിച്ചു. പ്രസിഡന്റ് ഇല്ലാത്ത ക്ഷീര സഹകരണ സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്കും നാമനിർദ്ദേശം ചെയ്ത ഒരംഗത്തിനും വോട്ടവകാശം ലഭിക്കാനുള്ള ഭേദഗതിയായിരുന്നു ബില്ലിൽ ഉണ്ടായിരുന്നത്. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ അടങ്ങിയ സ്ക്വാഡ്രൺ ഇന്ന് വൈകിട്ട് കൊച്ചി നേവൽ ബേസിലെ INS ഗരുഡയിൽ നടക്കുന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനയുടെ ഭാഗമാകുന്നതോടെ INAS 334 എന്നാകും സ്ക്വാഡ്രൺ അറിയപ്പെടുക. ആന്റി സബ്മറീൻ വാർഫെയർ, ആന്റി സർഫസ് വാർഫെയർ, സെർച്ച് ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ഇവാക്യുവേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന ഈ ഹെലികോപ്റ്ററുകൾ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരവധി പദ്ധതികളിലൂടെയും സംരംഭങ്ങളിലൂടെയും രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സൌകര്യങ്ങൾ, ശൌചാലയം, പാർലമെന്റിലും നിയമസഭയിലും നിയമനിർമ്മാണത്തിലൂടെ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ എന്നിവ അത്തരത്തിലുള്ളവയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബീഹാറിലെ ചപ്രയിൽ ക്രെഡിറ്റ് ഔട്ട്റീച്ച് പ്രോഗ്രാമിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈടുരഹിത വായ്പാ പദ്ധതിയായ മുദ്ര, സ്റ്റാൻഡപ്പ് എന്നിവ മുഖേന ജനങ്ങൾക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരം സാധ്യമാകുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മന്ത്രിസഭ വികസിപ്പിച്ചു. പുതുതായി 4 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി. BJPയിലെ സുനിൽ ശർമ്മ, ദാരസിംഗ് ചൌഹാൻ, സുഹൽ ദേവ്, ഭാരതീയ സമാജ് പാർട്ടി മേധാവി ഓം പ്രകാശ് രാജ്ഭർ, രാഷ്ട്രീയ ലോക്ദളിന്റെ അനിൽകുമാർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2ാം യോഗി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ വികസനമാണിത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് നടക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശങ്ങൾ നൽകി. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കും. കൊൽക്കത്തയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പങ്കെടുത്തു. തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയും ബഹുജൻ സമാജ് പാർട്ടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനമായി. BRS നേതാവ് ചന്ദ്രശേഖർ റാവുവും BSP തെലങ്കാന നേതാവ് RS പ്രവീൺകുമാറും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. കൊൽക്കത്ത ഹൈക്കോടതിയുടേതാണ് നടപടി. അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് മുൻ നേതാവ് ഷെയ്ഖ് ഷാജഹാനെ CBIക്ക് വിട്ടു നൽകാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരെ പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ 35 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭത്തിൽ 22 കുട്ടികളാണ് മരിച്ചത്. ഉത്തര പടിഞ്ഞാറൻ മേഖലകളിലാണ് ദുഷ്കരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. തണുത്തുറഞ്ഞ മഞ്ഞുമഴയിൽ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ പുറത്ത്. അധിക സമയത്തേക്ക് നീണ്ട ആവേശകരമായ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 7-6 മിസോറാം കേരളത്തെ പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ സർവീസസ് ആണ് മിസോറാമിന്റെ എതിരാളികൾ. മറ്റൊരു സെമിയിൽ നാളെ മണിപ്പൂർ ഗോവയെ നേരിടും. ഈ മാസം 9 ഫൈനൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ വിദർഭ മധ്യപ്രദേശ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. 4ാം ദിവസമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 321 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മധ്യപ്രദേശ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എന്ന നിലയിലാണ്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സസ്പെൻഷൻ കായിക മന്ത്രാലയം റദ്ദാക്കി. 2024 ലോക ഷൂട്ടിംഗ് പാരാസ്പോർട്ട് ലോകകപ്പ് ന്യൂഡൽഹിയിൽ ഇന്നു മുതൽ 15-ാം തീയതി വരെ നടക്കുമെന്നും കായിക മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ജലത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ പ്രഥമ മെട്രോ റെയിൽ സർവീസും ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ ഇന്ന് രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്യും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമി കാണാതെ പുറത്ത്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.